നമ്മൾ മലയാളികൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ, സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് മോസ്റ്റ് അവൈറ്റഡ് മലയാളം മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L2 എമ്പുരാൻ. ഓക്കെ, ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ മാർക്കോ. ഞാൻ ഒപ്പം തന്നെ എന്ന് പറയാൻ കാരണം ഭയങ്കര ഹൈപ്പാണ് മാർക്കോക്ക്. ഓക്കെ, ഭയങ്കര ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വയലൻസ് വെച്ച് ഹൈപ്പ്. അത് എൻ്റെ ടീമിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ സക്സസ്. ഓക്കെ, ആൻഡ് ടീസർ വന്നു, ട്രെയിലർ ഒരു ഇല്ല എന്ന് പറഞ്ഞു, നേരെ തിയേറ്റേഴ്സിൽ വന്നു എന്ന് പറഞ്ഞു. ബിക്കോസ് ടീസർ വെച്ചൊരു ഹൈപ്പ്, അതിൽ നിന്ന് ഇങ്ങനൊരു ട്രെയിലർ പുറത്തിറക്കി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ടീസർ ആൻഡ് ട്രെയിലർ ഓക്കെ, രണ്ടും ഒരുപോലെ സക്സസ് ആയിട്ട് തിയേറ്ററിൽ കയറാറില്ല. ചിലപ്പോൾ ഇങ്ങനെ ടീസർ ഇറങ്ങുമ്പോൾ കിട്ടില്ലെന്ന് പറയും, ട്രെയിലർ ഇറങ്ങുമ്പോൾ ഷേന്ന് തോന്നും. ഇനിയിപ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ട് അടിപൊളി എന്ന് തോന്നും, ടീസർ ഇറങ്ങുമ്പോൾ എന്ന് തോന്നിയതായിരിക്കാം. പക്ഷെ ഇവിടെ ഇവർ കൃത്യമായിട്ട് ആ ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടീസർ ഇറങ്ങി, ഗ്രാൻഡ് സക്സസ് ആണ്, എല്ലാവർക്കും ഭയങ്കര അപ്പീലിംഗ് ആയി, വയലൻസിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഓക്കെ, ദ മോസ്റ്റ് വയലൻറ്റ് മൂവി ഫ്രം മലയാളം ടു ദിസ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും ഭയങ്കര ഹൈപ്പുണ്ട്, പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്, ഞാനടക്കം. ഓക്കെ, അപ്പോൾ ഈ ടൈമിൽ മാർക്കോ ഇങ്ങനെ ചർച്ചയാവണമല്ലോ, ചർച്ചയ്ക്ക് വരണം. കോടികൾ മുടക്കി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ ചർച്ച ചെയ്യപ്പെടണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മുതൽ അങ്ങോട്ട് തിയേറ്ററിലേക്ക് ആളുകൾ ഇടിച്ച് കയറണം. സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഒപ്പീനിയൻ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് പ്രീ പ്രമോഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഭയങ്കര അഗ്രസീവ് ഫേസിലാണ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലടക്കം എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ പ്രമോഷൻ്റെ അഗ്രസീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മാർക്കോ ടീം കാണിച്ചു തരുന്നത്. മാർക്കോ ടീം ഒരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, മാർക്കോ ടീസ്റ്റർ റീക്രിയേഷൻ. മാർക്കോയുടെ ടീസർ റീക്രിയേഷൻ ഫെസ്റ്റ്. അവരിറക്കിയ ഭയങ്കര സക്സസ്ഫുള്ളായ ടീസർ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇവരുടെ മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുന്നവരിൽ നിന്ന് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പ്രൊഡ്യൂസർ, ക്യാമറാമാൻ, ബെസ്റ്റ് ആർട്ട് ഇവർ സെലക്ട് ചെയ്യും. ഓക്കെ, ഈ സെലക്ട് ചെയ്യുന്ന വിന്നേഴ്സിന് എന്താണ് ഇവർ തിരിച്ചു കൊടുക്കുന്ന പൈസയാണോ എന്താണെന്നൊന്നും അവർ അന്ന് അനൗൺസ് ചെയ്തിട്ടില്ല. അന്ന് സബ്മിഷൻ ഡെഡ് ലൈൻ 10-ാം തീയതി, റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസം ഡിസംബർ 17 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് അഗെയിൻ അതിലൊരു ചെറിയൊരു മാറ്റം വന്നിട്ട് ഇതിൽ മെയിൽ അയച്ചവർക്കോ അവരുടെ എന്താ പറയുക വർക്ക് അയച്ചവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ തിരിച്ചൊരു മെയിൽ അയച്ചിട്ട് പറഞ്ഞു 17-ാം തീയതി അല്ല 15-ാം തീയതിയാണ് ഇതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ തിരിച്ച് ഇവർ അയച്ചു. കാരണം ഈ സിനിമയുടെ ടീം പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം 15-ാം തീയതിയാണ്. സോ ആ പ്രോഗ്രാമിൻ്റെ ടൈമിൽ, ഓക്കെ, ഗ്രീറ്റ് ആൻഡ് മീറ്റ് പ്രോഗ്രാമിൻ്റെ സമയത്ത് 15-ാം തീയതി അവിടെ വെച്ച് അനൗൺസ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ അയച്ചു കൊടുത്ത ടീമിനൊക്കെ അവിടെ അവർക്ക് ചെല്ലാം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിൽ കൂടി അയച്ചിട്ട് ഇവർ ഈ ഡേറ്റ് റിവൈസ് ചെയ്തു. ഞാനൊരു കാര്യം പറയാം, ഇവിടെ ആക്ച്വലി സിനിമയിൽ അഭിനയിക്കണം, സിനിമയോട് അതിയായ ആഗ്രഹം, സിനിമ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര ആഗ്രഹവും മോഹവുമായിട്ട് നടക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. സോ അവർ ഈ പോസ്റ്റും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഒരു സിനിമയുടെ ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അറിയാലോ സോഷ്യൽ മീഡിയയുടെ ടൈമാണ്. സോ റീക്രിയേഷൻസ് നല്ല കിടിലനായിട്ട് ചെയ്യുന്ന എത്രയോ വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അവർക്ക് ശരിക്കും ഇതൊരു മോട്ടിവേഷനാണ്. കാരണം ഉണ്ണിമൂന്തൻ്റെ ഒരു പടം ഇത്രത്തോളം ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്, മാർക്കോടെ ആ ടീസർ ഇത്രത്തോളം വൈറലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനോട് എന്താ പറയുക 100% നീതി പുലർത്താവുന്ന രീതിയിലുള്ള വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കോൻ്റെ പല പല ടീംസും ചെയ്തിട്ട്. അതും കാശ് മുടക്കിയിട്ട് 1,50,000 75,000 ഒക്കെ മുടക്കി അതിൻ്റെ ടീസർ ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത ഒരുപാട് വീഡിയോസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട് കാണാൻ പറ്റും. സോ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഒരു ഇപ്പം ആ നടനോടുള്ളൊരു സ്നേഹം കൊണ്ടോ അങ്ങനെ ചെയ്യുന്നവരേക്കാൾ കൂടുതൽ അവർ ഈ ഒരു വർക്കിലൂടെ അവരെ 4 ആളെ അറിയുക, നാളെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സിനിമയിലൊരു ടെക്നിക്കൽ സൈഡിൽ അവർക്ക് അസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ്. ഒരു റെക്കഗ്നീഷൻ കിട്ടുക എന്നുള്ളൊരു ബേസിക് കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ടൈം ആയതുകൊണ്ട് റെക്കഗ്നീഷൻ കിട്ടാൻ കുറച്ചും കൂടി ഈസിയാണ്. പണ്ടത്തെ പോലെ ഇങ്ങനെ ചാൻസ് ചോദിച്ച് അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ പോയിട്ട് എൻ്റെ അഭിനയം ഇതാണ്, ഞാൻ ഇങ്ങനെ അഭിനയിക്കും, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും, ഞാൻ ഡാൻസ് കളിക്കും, ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ടത്തെ സിനിമയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സാണ് ഇന്ന് പലരും സിനിമാ നടന്മാർ. അപ്പം നടനാവാനുള്ള ആഗ്രഹം കൊണ്ട് പോയിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുക. കാരണം എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ വേണമല്ലോ, എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് ആ ഒരു വലിയ സ്ക്രീനിലേക്ക് കയറണമെന്നുള്ള ആഗ്രഹമുള്ളവർ
ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, പൈസ മുടക്കി ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കും. അങ്ങനെ എല്ലാവരും പങ്കെടുത്ത് നിന്ന് ഇന്നലെ രാത്രി ഓക്കെ ഉണ്ണിമൂന്ത മറ്റേ പോസ്റ്ററിൽ മെഷീൻ ഗൺ ഇറക്കിയ മാതിരി വലിയൊരു ബോംബാണ് പൊട്ടിച്ച് വരും. അതായത് ഇവർ അനൗൺസ്മെൻറ്റ് വരിക, മാർക്കോ റീക്രിയേഷൻ ഫെസ്റ്റ് റിവാർഡ്സ് ആൻഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട്. The Marco Recreation Fest has been phenomenal success with hundreds of amazing entries pouring in from talented participants like you. Choosing the best among them was a daunting task for our esteemed panel, which included actor Undi Moondan, producer Sharif Mohammed, and director Hanif Adim. We personally reviewed every single submission, and after much deliberation, we came to a heartfelt decision. Everyone is a winner. This decision reflects how deeply we value your creativity, passion, and above all, your unwavering support. Thank you for your support. പിന്നെ ഇൻക്രെഡിബിൾ റെസ്പോൺസ്, ട്രൂലി ഇൻസ്പയർഡ് us എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞു വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതിന് യു വിൽ റിസീവ് എ സർട്ടിഫിക്കേഷൻ ഫ്രം മാർക്കോ ടീം ആൻഡ് ഡീറ്റെയിൽസ് വിൽ ബി മെയിൽഡ് സൂൺ. ആൻഡ് ഹിയേഴ്സ് ദ ബെസ്റ്റ് വേ ടു കീപ് ദി സ്പിരിറ്റ് അലൈവ്. മേക്ക് ഷുവർ ടു എൻജോയ് മാർക്കോ ഇൻ തിയേറ്റേഴ്സ് ഓൺ December 20th and continue your amazing support together. Thank you for making the journey extraordinary. Your support means the world to us എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. അതായത് എല്ലാവരും വിന്നറാണ്. ഓക്കെ, എല്ലാവരും ഇവിടെ വിന്നറാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾ ആരും വില തരാതിരിക്കുന്നില്ല. ഈച്ച് ആൻഡ് എവറി എഫേർട്ട് വാല്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു പോസ്റ്റ് ഇട്ടു. അതായത് ഇതുവരെ കിട്ടിയ 100 കണക്കിന് എൻട്രികളിൽ അവർക്ക് ആരെയും വില കുറച്ച് കാണാൻ താല്പര്യമില്ല. എല്ലാവരുടെ എഫേർട്ടിനെയും അവരെന്ത് ചെയ്യുന്നു, ഭയങ്കര ഈക്വലായിട്ട് കാണുന്നു. ഒരു നന്മ പോസ്റ്റ് ഇടേ, ബേസിക്കലി ഒരു നന്മ പോസ്റ്റ്. ഓക്കെ, അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിന്നേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ട് എല്ലാവർക്കും മെയിലൊരു സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നാളെ അവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഇവർ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് പ്രൊഡ്യൂസർ, ബെസ്റ്റ് ക്യാമറാമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്ന് ഇനിയിപ്പോൾ ഒരു ഓക്കെ ചിലപ്പോൾ ബെസ്റ്റ് തിരഞ്ഞെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വേണ്ട, എല്ലാവരും കാശും എഫേർട്ടും മുടക്കി ചെയ്തൊരു സാധനം എന്നുള്ള നിലയ്ക്കായിരിക്കാം ഇവരിത് ചെയ്തത്. എന്താണ് ഇതിന് കമൻറ്റ് ബോക്സിനകത്ത് മക്കളെ കിട്ടി. മാർക്കോക്ക് ഇത് ആദ്യമായിട്ടല്ല, മാർക്കോൻ്റെ ടീമിന് ഡാബ്സിയുടെ ആ ഒരു പാട്ട് ഇറങ്ങിയ ടൈമിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് വേറെ ലെവലിലേക്ക് ആളുകൾ കത്തിച്ചു. അതോടുകൂടി ആ പാട്ടിൻ്റെ അടുത്ത വേർഷൻ അവർക്ക് ഇറക്കേണ്ടി വന്നു. സെയിം ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇവരിത് എല്ലാവരും വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ നന്മ സാധനം കൊണ്ട് ഇറക്കിയതോട് കൂടിയിട്ട് കമൻറ്റ് ബോക്സിനകത്ത് നാട്ടുകാരുടെ വെട്ടുവിളി, മാർക്കോടെ അച്ഛൻ വേർഷൻ നാട്ടുകാരെ എന്തെങ്കിലും കാണിച്ച്, വയലൻസിൻ്റെ എൻഡ് കമൻറ്റ് ബോക്സിൽ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ, വി കൈൻഡ്ലി റിക്വസ്റ്റ് എവ്രി വൺ ടു റിഫ്രെയിൻ ഫ്രം സ്പ്രെഡിങ് ഹെയ്റ്റ്. വി വിൽ കം അപ്പ് വിത്ത് എ കോംപ്രഹെൻസീവ് സൊല്യൂഷൻ ആൻഡ് വിൽ പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ് ഷോർട്ട്ലി. വി സിൻസിയർലി വാല്യൂ യുവർ ഒപ്പീനിയൻ ആൻഡ് കണ്ടിന്യൂ സപ്പോർട്ട്. സ്റ്റേ ട്യൂൺ. അതായത് കമൻറ്റ് ബോക്സിനകത്ത് തൂക്കിയടി തുടങ്ങിയപ്പോഴത്തേക്ക് അവർക്ക് സംഗതി മനസ്സിലായി, നന്മ പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, പ്രമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യിച്ച പരിപാടിയാണ്. പ്രമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യിച്ച പരിപാടിക്കകത്ത് കൃത്യമായിട്ട് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ പഞ്ഞിക്കിടുന്നുള്ളത്. ഓക്കെ, കാരണം 1-2 കമൻസ് ഞാൻ അയച്ചു തരാം. ഒന്നുമില്ലെങ്കിലും ഈ ഇല്ലാത്ത പൈസ മുടക്കി ചെയ്ത, അതും എക്സാമൊക്കെ ഇടയിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ചെയ്തത്. ഓക്കെ, പറ്റാവുന്ന പോലെ കഷ്ടപ്പെട്ടു ഒരെണ്ണം ചെയ്തു. ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവൻറ്റിലേക്ക് ഇൻവിറ്റേഷൻ വന്നു, ബാക്കി ഡീറ്റെയിൽസ് പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് മെയിൽ വന്ന് ആവശ്യത്തിന് പ്രമോഷൻ കിട്ടിയപ്പോൾ നൈസായിട്ട് കുത്ത്. ഇതിപ്പോൾ സദ്യക്ക് ഇല വരിച്ച് ചോറില്ല എന്ന് പറഞ്ഞ പോലെയായി. ഉള്ള കാര്യം പറയാം, ഇത് വളരെ മോശമായിപ്പോയി. ഒരുമാതിരത്തെ മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. നല്ല പ്രമോഷൻ കിട്ടിയില്ലേ, ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കൊണ്ട് പ്രമോഷൻ ചെയ്യിച്ചു. ഡിസപ്പോയിൻമെൻറ്റ്. നല്ല പ്രമോഷൻ കിട്ടിയില്ലേ, ഒരുമാതിരി മറ്റോടത്തെ ഏർപ്പാട്. ഇറ്റ്സ് റിയലി ഡിസപ്പോയിൻറ്റിങ് ടു സീ ഹൗ ദി കോമ്പറ്റീഷൻ ഹാസ് ബീൻ ഹാൻഡിൽഡ്. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു ട്രീറ്റ് ദി എഫേർട്സ് ഓഫ് പാർട്ടിസിപ്പൻറ്റ്സ്. എവ്രി വൺ put in so much time and energy, and all we get is an energy mail with a certificate.
It would have been much more respectful if you had at least invited us to an event and personally handed on the certificate. This would have been a much needed encouragement. The way things has been communicated, saying everyone is a winner and just sending a single paper through email, feels disrespectful to all the hard work we put in. We were all hoping to watch the movie on the first day for sure, but now with this approach, it's clear our efforts were not properly valued. At least our team won't be spending money on the film in the theaters, but that's not the point. We hope the Marco team will reconsider and find a better way to award prize and truly recognize everyone's effort. അപ്പം ആളുകളുടെ ഒരിത് എവിടെ വരെ എത്തിയെന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കാണില്ല എന്ന് വരെ കമൻറ്റിലേക്ക് ആളുകൾ എത്തിച്ചു. കാരണം ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി സിനിമ ഡിസ്കഷനിൽ വരുമ്പോൾ അതിൻ്റെ എഫേർട്ടിനെ കുറിച്ചിട്ടൊക്കെ ചർച്ചകൾ വരും. അതുപോലെ തന്നെയാണ് ഈ ഒരു റീലോ ഒരു റീക്രിയേഷനോ ആണെന്നുണ്ടെങ്കിലും കാശ് മാത്രമല്ല, അവരുടെ ടൈം, അവരുടെ എനർജി, എല്ലാ എഫേർട്ടും ഇട്ടിട്ടാണ് അവർ അത്രയും ഒരു 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 കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ബേസിക് മാനേഴ്സ് എന്ന് പറയുന്നത് അത് അതിൻ്റെ വിന്നറെ അങ്ങോട്ട് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ പേടിച്ച് പോകരുത്. ഇത് മോസ്റ്റ് വയലൻറ്റ് മൂവീൻ്റെ ടീം പേടിച്ചിട്ട് മറ്റേ നന്മമരം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ മാർക്കോയ്ക്ക് വെട്ടുവിളി വീണ് തുടർന്നിട്ട് എന്തായി, ഇവർ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വിന്നേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ട് വന്നു. ഓക്കെ, വിന്നേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ട് വന്നിട്ട് പറഞ്ഞു, വി എക്സ്റ്റെൻഡഡ് അവർ ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ പാർട്ടിസിപ്പൻറ്റ് ഫോർ മേക്കിംഗ് ദി കോമ്പറ്റീഷൻ ആസ് resounding success. We understand there was an anticipation around the announcement of the winners and we truly appreciate your reviews. We did inform that it was very difficult to select the best, considering it was never a competition but a celebration of our thrill for being out a good teaser. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് സെലിബ്രേഷൻ ആയിരുന്നു, കോമ്പറ്റീഷൻ അല്ല. പിന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നു. അതായത് മാർക്കോയുടെ ടീസർ സെലിബ്രേഷൻ നിങ്ങൾക്കും ഭാഗമാകാം, താല്പര്യമുള്ളവർക്ക് ഭാഗമാകും. ഉണ്ണിമൂന്നര ബാക്കിയുള്ളവരെ കുറച്ചിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സാധനം ഷെയർ ചെയ്യും, അങ്ങനെ പറയണ്ടേ. ഇത് അതിന് പകരം ഇതൊരു കോമ്പറ്റീഷനാണ്. ഓക്കെ, ഇത് നമ്മൾ ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കും, അവരെ റിവാർഡ് ചെയ്യുന്നുള്ള രീതിക്ക് പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അത് കോമ്പറ്റീഷനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വെറുതെ വിടുകയുടെ സെലിബ്രേഷനാണ്. നിങ്ങൾക്ക് സെലിബ്രേഷനും പ്രൊമോഷനുമാണ്, നാട്ടുകാർക്ക് അവരുടെ എഫേർട്ടും ടൈമുമാണ്. മനസ്സിലായോ? അവരുടെ പാഷനാണത്. അപ്പം എന്തായാലും nevertheless, as always, Cube and Oomph will do what the audience want and wish for, because the audience is the boss, is what we believe at our office. ഓക്കെ, ഓഡിയൻസ് ആണ് ബോസ് ആൻഡ് ഓഡിയൻസ് പറയുന്നത് പോലെ ഇതുവരെയുള്ള ഈ ടീം ഇങ്ങനെയാണ് കേട്ടോ, മാർക്കോയുടെ ടീം. ബിക്കോസ് അവർ ഇപ്പോൾ വന്നിട്ട് ഡിമാൻഡ് ചെയ്യുകയാണ് ഇത് പോരാ അല്ലെങ്കിൽ ഇത് മാറ്റണം. ഇപ്പോൾ ഡാപ്സിനെ മാറ്റി മറ്റേ ആളെ കൊണ്ട് പാടിപ്പിച്ച് ആ വേർഷൻ ഇട്ടു. ഇപ്പോൾ ഇതിലാണെങ്കിലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ അനൗൺസ് ചെയ്യും ഇവരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് എനിക്ക് തോന്നി ഒറ്റ അടിക്ക് ഇത് ശരിക്കും അവിടേക്കാണ് ഇതിൻ്റെ പ്രശ്നം. അതിലേക്ക് ഞാൻ വരാം. അതായത് ആദ്യം വന്നിട്ട് എല്ലാവരും വിന്നറാന്ന് പറയുന്നു, പിന്നെ വിത്തിൻ ഒരു ഹവർ പിന്നെ പെട്ടെന്ന് വന്നിട്ട് അടുത്ത വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടൈം കൊണ്ട് നിങ്ങൾ ഇവരെ കണ്ടുപിടിച്ചോ, നിങ്ങൾക്ക് ഇത് ആദ്യം ചെയ്തുകൂടാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ ആൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വിന്നർ എന്ന് പറയുന്നത് നന്മ അടിച്ചതാണോ, അത് പാളിപ്പോയപ്പോൾ പിന്നെ ഓക്കെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച റിസൾട്ട് എടുത്ത് പബ്ലിഷ് ചെയ്തതാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ ഇവർ വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓഡിയൻസ് ആണ് ഇവർക്ക് ഏറ്റവും വലുത്. ഓഡിയൻസ് ഈസ് ദ ബോസ് എന്ന് പറയുമ്പോൾ അതെല്ലായിടത്തും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം കേട്ടോ. ഇപ്പോൾ പണം കണ്ടു കഴിഞ്ഞിട്ടും ആളുകളുടെ ഒപ്പീനിയനും നിങ്ങൾ എന്ത് ചെയ്യണം, അതും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം, അതും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ഓക്കെ, ഇത് ഇവിടെ മാത്രം പറഞ്ഞിട്ട് പോയാൽ പോരാ പേപ്പറിനകത്ത്. വി ഹിയർ ബൈ അനൗൺസ് ദ ബെസ്റ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ബട്ട് ഓൾസോ to mention that we truly appreciate all the participants and each work matters to us. You make have your favorite but here are ours. Okay, അപ്പോൾ ഇവർ കുറേ പേരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ അനൗൺസ് ചെയ്ത ആളുകൾ, അതായത് ഈ ഇവർ ഇതിന് തിരഞ്ഞെടുത്ത ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ബെസ്റ്റ് ആക്ടർക്ക് എന്താണെങ്കിലും ചാൻസ് സൂട്ടബിൾ റോള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്യൂബിൻ്റെയും ഊംഫിൻ്റെയും അടുത്തൊരു എന്താ പറയുക സിനിമയിൽ ഡയറക്ടർക്ക് എന്താണെങ്കിലും അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുക അവരുടെ പ്രൊജക്റ്റിൽ. പിന്നെ ബെസ്റ്റ് പ്രൊഡ്യൂസർക്കും ക്യാമറാമാനും ആർട്ടിനും ഒക്കെ ഇവരെ നെക്സ്റ്റ് മൂവീസിൽ അസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് വലിയ കാര്യമാണ്. കാരണം സിനിമയിലൊരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ സിനിമയിലേക്കൊരു വഴി നോക്കി നടക്കുന്ന ആളുകൾക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഓക്കെ,
പക്ഷെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും മക്കളെ തൂക്കിയടി വീണ്ടും വന്നു. കൺഗ്രാറ്റ്സ് ടു ഓൾ ദ വിന്നേഴ്സ്. എല്ലാവരും വിന്നേഴ്സ് ആണെങ്കിലും പോസിറ്റീവ് നാട്ടുകാർ നെഗറ്റീവ് അടിച്ച് പ്രതികരിച്ചപ്പോൾ ഒരു കുക്ക്ഡ് അപ്പ് പോസ്റ്റ് ആയിട്ട് വന്നു കൊള്ളാം. ലൈക്ക് റിസൾട്ട്സ് ആർ ഡിസപ്പോയിൻറ്റിങ് ഓർ റാദർ ഡിസപ്പോയിൻറ്റഡ് മീ. ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈവൻ ഞങ്ങളും റീക്രിയേഷൻ വീഡിയോ ചെയ്ത ടീമാണ്. ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് റിസൾട്ട് മോശം എന്നല്ല, സ്റ്റിൽ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ വേറെയുണ്ട്. റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ബാക്കി റീക്രിയേഷൻ ചെയ്ത ആളുകളുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടേ ഇല്ല എന്ന് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ആദ്യം കുറച്ച് ഫ്രീ പ്രൊമോഷൻ കിട്ടിയപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് എല്ലാവരും വിന്നേഴ്സാക്കി. എല്ലാവരും എടുത്തിട്ട് ഊക്കിയപ്പോൾ കുറച്ച് കുക്ക്ഡ് അപ്പ് റിസൾട്ട്സ് ആയി വന്നു. എത്ര ആൾക്കാരുടെ ഡിസേർവിങ് ആളുകളുടെ എഫേർട്ട് ആൻഡ് ടൈം ആൻഡ് മണി വെച്ചിട്ടാണ് ദ ഹോൾ മാർക്കോ പ്രൊഡക്ഷൻ ടീം കളിച്ചത്, പ്രൊമോഷൻ ചെയ്തത്. വെരി ഷെയിംഫുൾ ആൻഡ് സോ അൺഫെയർ ആൻഡ് റിയലി ഡിസപ്പോയിൻറ്റഡ്. സോ ഞാൻ ഒരു പ്രതിഷേധം എന്ന പോലെ ഞങ്ങൾ മാർക്കോ ചെയ്ത ടീമിൻ്റെ എല്ലാവരുടെയും ഫിലിം ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ഫോർ എ ബെറ്റർ ജഡ്ജ്മെൻറ്റ് ആൻഡ് റിസൾട്ട് ആൻഡ് ഫോർ ദോസ് ഹു ഡിസേർവ്. അതായത് ഇപ്പോൾ അത് തിരിച്ചടിച്ചടി. കാരണം കമൻറ്റ് ബോക്സ് ഇപ്പോൾ ഇവർ ഈ റിസൾട്ട്സ് വെച്ച കമൻറ്റ് ബോക്സിനകത്ത് തന്നെ ചിലർക്ക് അവർക്ക് കിട്ടാത്തതിൻ്റെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ അങ്ങനെ എത്ര പേരുണ്ടാവും? ഇപ്പോൾ അവർക്ക് റിസൾട്ട് അവരുടെ വർക്കിന് കിട്ടാത്തത് കൊണ്ട് ഒന്നും കിട്ടാത്തപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ കമൻ്റ് ഇടാം, ഓബ്വിയസ് ആണ്. പക്ഷെ അല്ലാത്ത നാട്ടുകാരും കുറേ കമൻ്റ് ഇടില്ലേ. സോ ഇങ്ങനത്തെയൊക്കെ പ്രൊമോഷണൽ ഗിമിക്കിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ പേഴ്സണൽ ചോദ്യം. എന്തിനാണ് ഇങ്ങനെ പ്രൊമോഷണൽ ഗിമിക്ക് അടിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നത്. ഒരു ഇത്ര കോടി രൂപയ്ക്ക് ഇത്രയും എന്താ പറയുക കിടിലനായിട്ടൊരു സിനിമ എടുക്കാൻ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് അതിൽ നിന്നൊരു 4 വർക്ക് കിടിലനായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഒരു വർക്ക് കണ്ട് അസസ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളായിട്ട് ഡൗട്ട്ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നാട്ടുകാരുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ വില എന്താ പറയുക സംസാരത്തിന് വില കൊടുക്കൽ അതെല്ലാം ഫൈനാണ്, ഒക്കെ ഓക്കെയാണ്. ആൻഡ് ഒരു സിനിമ ഇതൊരു വേറൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മൾ പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. പ്രീ പ്രൊമോഷൻ്റെ ടൈമിൽ തന്നെ സിനിമയുടെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ പുറത്ത് വരുമ്പോൾ അതിൽ ആളുകൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സാധനം കൊടുക്കുന്നു. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ ഒരു കോമ്പറ്റീഷൻ വെച്ച് അതിലൂടെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി, അതായത് കുറേ പേര് ഇത് ചെയ്യുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ആ ഒരു പ്രൊമോഷൻ വാല്യൂ അത് ഭയങ്കരമായിട്ട് കൂടി. ഓക്കെ, ഓബിയസ്ലി ഇതിന് കാശ് ചിലവാക്കണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ താല്പര്യമാണ്. ഇതിൽ ബെസ്റ്റായിട്ടുള്ള ആക്ടർക്ക് അവർക്ക് പൈസ കൊടുക്കണേക്കാൾ അവർക്ക് അടുത്ത പടത്തിൽ ചാൻസ് കൊടുക്കുന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ എന്തോ ചെയ്തോ. പക്ഷേ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് അതിലൊരു വിന്നറെ സെലക്ട് ചെയ്യാൻ, നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളെ വിന്നേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത വിന്നറാണ്, അതിലിപ്പോൾ ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റുമെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ എന്താ പറയുക എല്ലാവരും വിന്നറാന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ട് നാട്ടുകാരെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ആദ്യം. അതുകൊണ്ട് എന്തായി ഇപ്പോൾ രണ്ടാമത് നിങ്ങൾ ഇതിപ്പോൾ ആദ്യമേ നിങ്ങളിങ്ങനെ ഞങ്ങൾ ഇത്ര പേരെ സെലക്ട് ചെയ്ത് ഇട്ടതെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം കച്ചറൊന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ ചിലർ വന്നിട്ട് ഇങ്ങനെ പറയും അയ്യോ ഇതാണോ നല്ലത് മറ്റതല്ല നല്ലത് എന്നുള്ള ചോദ്യം ചോദിക്കുമായിരിക്കും വരുന്നത്. പക്ഷേ ഇത് അതിൽ നിന്നും മാറി ഒരു നന്മയുടെ ഫേസിലേക്ക് പോയി, അവിടെ നല്ല ഊക്ക് കിട്ടി, പിന്നെ തിരിച്ച് ഇവിടെ വന്ന് രണ്ടാമത് നിന്നിട്ടൊരു റിസൾട്ട്. ആ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെന്താ വിചാരിക്കുക, നാട്ടിൽ ഊക്ക് മേടിച്ചപ്പോൾ രണ്ടാമത് ഇരുന്നിട്ട് എല്ലാവരും കൂടി 1 മണിക്കൂർ കൊണ്ട് കുറച്ചാളെ സെലക്ട് ചെയ്തു. അതിനൊരു വാല്യൂ ആരും തരില്ല. സോ ഒരു സാധനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. പ്രീ പ്രൊമോഷനൊക്കെ പ്രത്യേകിച്ച്, കാരണം അത് പടത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ പോകും. അഗ്രസീവ്നെസ് ആവാം, ടൂ മച്ച് അഗ്രസീവ് നടക്കൂല. മനസ്സിലായില്ല, നാട്ടുകാർ അത്ര പൊട്ടന്മാരല്ല. ഫൈൻ. അപ്പം എന്താണെങ്കിലും ഇനി ഭാവിയിലെങ്കിലും ആരെങ്കിലും ഇതേപോലെ കോമ്പറ്റീഷനും സാധനമൊക്കെ വെച്ചിട്ട് ചെയ്തോ, ഒരു നോ വരീസ്. കാരണം റീൽസ് കോമ്പറ്റീഷൻ വെക്കാം, ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയിട്ട് പാട്ട് സക്സസ്ഫുൾ ആക്കാൻ റീൽസ്, അങ്ങനെ പല പ്രൊമോഷൻ മെത്തേഡ്സുകൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എടുക്കുന്ന സംഗതി പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത്. ഓക്കെ, എന്താണെങ്കിലും നാട്ടുകാർ വയലൻ്റ് ആയതോടുകൂടി ദ മോസ്റ്റ് വയലൻ്റ് മൂവിയുടെ ടീമും അവരുടെ വയലൻസ് ഒന്ന് താത്തി. എന്തായാലും കാണാം, തിയേറ്റേഴ്സിൽ പടം വരട്ടെ.